യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ചാലക്കുടി അടുത്തുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു ഫാമിലിയെ കാണാനാണ്. അജിത് അനാമിക ചേട്ടനെയും ശ്രീദേവി ചേച്ചിയെയും നമുക്ക് ഇന്ന് പരിചയപ്പെടാം. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് അത്ഭുതങ്ങൾ തീർക്കുന്ന അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇന്ത്യയിൽ മാത്രമല്ല ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്കും ഇവർ വർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇവർ ചെയ്യാൻ പോകുന്നവർക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്കുള്ള ഒരു വർക്കാണ്. ഇതുകൂടാതെ സാരിയിലും അതുപോലെ ഫൈബർ പ്ലേറ്റിലും എല്ലാം മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങുകളെ സ്നേഹിക്കുന്നവർക്ക്, അതുപോലെ മ്യൂറൽ പെയിൻറ്റിങ് എന്താണ് എന്ന് അറിയേണ്ടവർക്ക്, അതിന് എന്തെല്ലാം പെയിൻറ്റുകളാണ് നാച്ചുറലായിട്ട് യൂസ് ചെയ്യുന്നത് അറിയേണ്ടവർക്ക്, അതുപോലെ സാരിയിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ചേട്ടാ, യാത്രാ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഏതൊക്കെ കലകളാണ് ചേട്ടൻ ചെയ്യുന്നത്, എവിടെയാണ് ഈ സ്ഥലം, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുമോ? നമസ്കാരം, എൻ്റെ പേര് അജിത് അനാമിക. ഞാൻ ചാലക്കുടിക്കടുത്ത് പൂലാലിയിലാണ് എൻ്റെ വീട്. ഓക്കെ. ഞാൻ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. 35 വർഷമായിട്ട് ഈ ഫീൽഡിൽ, ആർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഇവിടെ ഞാൻ വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കുറേ വിദേശ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ പല പല ഭാഗത്തേക്കും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പഠിക്കാൻ കുറേ സ്റ്റുഡൻറ്റുകളുണ്ട്. അങ്ങനെയാണ് എൻ്റെ കലാജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ചേട്ടൻ എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ 35 വർഷമായി ഈ ഫീൽഡിൽ. 35 വർഷം. നാച്ചുറൽ കളർ മ്യൂറൽ പെയിൻറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇല്ലേ കേരളത്തിൽ? നാച്ചുറൽ പെയിൻറ്റിങ്ങിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊരാൾ ഞാനാണ്. ഇപ്പോൾ കൂടുതലും ഞാൻ നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും വിദേശങ്ങളിൽ നിന്നുള്ള ഓർഡറുകൾ വരണത് നാച്ചുറൽ കളറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ്. ഇപ്പൊ അടുത്ത് ജർമ്മനിക്ക് ഒരു വർക്ക് കൊണ്ടുപോയി, ഹംഗറിയിലേക്ക് ഒരു വർക്ക് കൊണ്ടുപോയി, ഇപ്പൊ അടുത്ത് അമേരിക്കയിലേക്ക് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു. അത് അടുത്ത് കൊണ്ടുപോകും. പിന്നെ സ്വീഡനിലേക്ക് ഒരു വർക്ക് ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ നാച്ചുറൽ കളർ വർക്കുകളാണ്. ഓർഡർ വർക്കുകളാണ്. ഓർഡർ വർക്ക് എല്ലാം എൻ്റെ സോഷ്യൽ മീഡിയ കണ്ടിട്ട്, എൻ്റെ വർക്ക് കണ്ടിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ട്, നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ചേട്ടൻ സിമെന്റിലും കുറച്ച് വർക്കുകൾ ചെയ്യും. സിമെന്റ് റിലീഫ്, മ്യൂറൽ റിലീഫുകൾ, സിമെന്റ് സ്കൾപ്ചറുകൾ ചെയ്യുന്നുണ്ട്. ഇത് സിമെന്റ് വർക്ക്? സിമെന്റ് വർക്കാണ്. ഇത് പഴയ വർക്കാണ്. ഞാൻ പഠിച്ച കാലത്തൊക്കെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ പഴയ വർക്കാണ് പഠിച്ച കാലത്ത്. ഇത് സിമെന്റിൽ ചെയ്ത വർക്കാണ്. ഓക്കെ. ചേട്ടാ, ഇതെന്താന്ന് പറയുമോ? ഇത് ഈ റിസന്റ് പുതിയതായിട്ട് ചെയ്ത ഒരു സിമെന്റ് മ്യൂറലാണ്. ഇത് കൃഷ്ണനും ഗോപികമാരാണ് സബ്ജക്ട്. കൃഷ്ണൻ 3 ഗോപികമാര്, അതാണ് സബ്ജക്ട്. ഇത് ഫുൾ സിമെന്റിൽ ചെയ്തേക്കുന്നത്, സിമെന്റ് ബോഡിയിൽ ചെയ്തേക്കുന്നത്. കാർവ് ചെയ്തിട്ട്, പ്ലാസ്റ്റർ ചെയ്തിട്ട് ജസ്റ്റ് കാർവ് ചെയ്ത് എടുക്കുന്നതാണ്. ഇതൊക്കെ ഒരു എത്ര ദിവസം എടുക്കും ചേട്ടാ ഈ ഒരു വർക്കിനൊക്കെ? ഇത് ഒരു മാസം എടുക്കും അല്ലേ? ഇത് ഓർഡർ വർക്കാണോ അതോ ചേട്ടൻ? ഇത് ഒരു ഓർഡർ വർക്കാണ്. എറണാകുളത്ത് ഒരു ഹോട്ടലിലേക്കുള്ള വർക്കാണല്ലേ? ഓക്കെ. ഇനി ഡെലിവറിക്കുള്ള ടൈം ആയില്ലേ? ഫൈനലായി ഹോട്ടൽ പണി നടക്കണുള്ളൂ. ഓക്കെ. അത് കഴിയുമ്പോൾ അവർ കൊണ്ടുപോകും. ഇത് ഇപ്പോൾ പുതുതായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ കളർ പെയിന്റിംഗ് ആണ്. നൃത്ത ഗണപതിയുടെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിപ്പോൾ കളറിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫുള്ളും നാച്ചുറൽ കളറാണ്. ഇപ്പോൾ റെഡ് യെല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ നാച്ചുറൽ കളർ എന്ന് പറയുമ്പോൾ ചേട്ടാ എന്താണ് അതിന് ശരിക്കും മെറ്റീരിയൽ? നാച്ചുറൽ കളർ നമ്മുടെ വെട്ടുകല്ലിൽ നിന്നുള്ള റെഡ് കളർ വേർതിരിച്ചെടുത്തിട്ട് അത് അരച്ച് ഫിൽട്ടർ ചെയ്താണ് ഈ നാച്ചുറൽ കളർ ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ യെല്ലോ കളർ നമ്മുടെ വെട്ടുകല്ലിൽ നിന്ന് തന്നെ യെല്ലോ കളർ എടുത്ത് വേർതിരിച്ചെടുത്തിട്ട് അത് അരച്ച് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ഈ യെല്ലോ കളർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഗ്രീന് വേണ്ടിയിട്ട് നീലമരിയുടെ ഇല നമ്മുടെ അരച്ച് അതിന്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഗ്രീൻ ഉണ്ടാക്കുന്നത്. ഈ വൈറ്റ് കളറിന് ചുണ്ണാമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചുണ്ണാമ്പ്. ഇതൊക്കെ നമുക്ക് എത്ര നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യും? നാച്ചുറൽ കളർ ഇത് കുറെ 500 വർഷത്തിൽ മേലെ പഴക്കമുള്ള ചുമർ ചിത്രങ്ങൾ ഉണ്ട്. അക്രലിക് കളറാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോകും. നാച്ചുറൽ കളർ അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് പണ്ടത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഉള്ളത് കാണുന്ന ഇപ്പോൾ ചിത്രങ്ങൾ വരച്ചതാണ്. 500 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട്. തൊടിക്കളത്തൊക്കെ അത് കുറെ വർഷങ്ങളായി. ഇതേതാ ചേട്ടാ? ഇത് ഇപ്പൊ വേണുഗോപാലൻ കൃഷ്ണന്റെ ഒരു സബ്ജക്റ്റ് ആണ്. ഇതിപ്പോ നമ്മൾ അമേരിക്കയിലെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വരച്ച് പൂർത്തിയാക്കിയ ചിത്രം. വീട്ടിൽ അടുത്തന്നെ കൊണ്ടുപോകും. ഫുൾ നാച്ചുറൽ കളറിലാണ് ഇത് ചെയ്തത്. ഇത് കൃഷ്ണന്റെ ചിത്രം. വേണുഗോപാലൻ. ഇത് എത്രയാ സൈസ് വരുന്നത് ചേട്ടാ? ഇത് 5 അടി ലെങ്ത്തും 2 അടി വിഡ്ത്തും.
ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് അയച്ചു കൊടുക്കുക അവർക്ക്? അത് കേസിലാക്കിയിട്ട് അയച്ചു കൊറിയർ കൊടുക്കും. അത് പാർട്ടി ഇവിടെ വരും. പാർട്ടി ഈ മാസം ലാസ്റ്റ് വരും. ഈ നീല കളർ എങ്ങനെയാണ്? നീല കളർ കട്ട നീലം എന്ന് പറഞ്ഞിട്ടൊരു കളറുണ്ട്. അത് നമ്മുടെ ഇവിടെ കിട്ടില്ല, ചൈനയിൽ നിന്ന് വരുത്തണതാണ്. ആ കളർ വെച്ചിട്ടാണ് നീല കളർ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലേ? ഈ ഒരു പിക്ചറൊക്കെ നമുക്ക് എത്ര ടൈം എടുക്കും ചേട്ടാ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്? ഒരു മാസം ഫുൾ എടുക്കും അല്ലേ? അത്രയും വർക്ക് വരും അല്ലേ? നാച്ചുറൽ കളർ ആകുമ്പോൾ കുറച്ച് കൂടുതൽ കളർ. ഈ നാച്ചുറൽ കളർ നമ്മൾ മിക്സ് ചെയ്യുന്നത് വാട്ടറിലാണോ? നാച്ചുറൽ വാട്ടറിൽ അതിന്റെ ഇതിന് വേപ്പും പശ ഇറക്കും പിടിപ്പെടുത്തതിന്. ചേട്ടാ ഇതിപ്പം വർക്ക് നടക്കുന്നതല്ലേ? വർക്ക് ഇത് സ്വീഡനിലേക്ക് വേണ്ടിയിട്ട് വർക്ക് നടക്കുന്ന ഒരു കൃഷ്ണ ഗോപികമാരെന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമാണ്. ഇത് ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാംഗ്ലൂര്, ഹൈദരാബാദ്, ചെന്നൈയിലൊക്കെ ഇത് വരച്ച് പഠിക്കുന്നുണ്ട്. കൃഷ്ണന്മാരും ഗോപികമാരും. ഇതിപ്പോ സ്കെച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ കഴിഞ്ഞ ഒരു ഗോപികയുടെ കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ സ്കെച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഇത് നമ്മൾ ഏത് പേപ്പറിലാണ് ചേട്ടാ? ഇത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വരുത്തുന്ന ഒരു പേപ്പറാണ്. ഇത് റേറ്റ് കൂടുതലുള്ള പേപ്പറാണ്. ഒരു മീറ്റർ 2000 രൂപ വരും. അതെ, ക്യാൻവാസിനേക്കാളും കൂടുതലാണ്. ക്യാൻവാസ് 500 രൂപയുള്ളൂ. ഇത് അതിലും കൂടുതൽ വരും. ഇത് നമുക്ക് ഓർഡർ വർക്കാണ്. ഓർഡർ വർക്കാണ്. ഇത് ഗണപതിയുടെ മറ്റൊരു ചുമർച്ചിത്ര ശൈലി ചെയ്തേക്കുന്നതാണ്. ഇത് അക്രൈലിക് കളറിൽ ചെയ്തേക്കുന്നതാണ്. അക്രൈലിക് ഇത് വീട്ടിൽ വെച്ചേക്കുന്നതാണ്. പുതിയതായിട്ട് ചെയ്തേക്കുന്ന ഇത് ഓർഡർ വർക്കാണ്. അല്ലല്ല, ഇത് വീട്ടിൽ വെച്ചേക്കുന്ന ഗണപതിയുടെ വരച്ച് വെച്ച ഓർഡർ അല്ല. ഇത് അക്രൈലിക് വർക്കാണ്. ഇത് അക്രൈലിക്കാണ്. ഇത് പണ്ട് ചെയ്താണ്. ഇപ്പൊ ഫുള്ളായിട്ട് നാച്ചുറൽ കളർ മാത്രം ചെയ്യണം. ചേട്ടന് 35 വർഷമായിട്ട് ഈ ഫീൽഡിൽ ആർട്ട് ഫീൽഡിൽ എനിക്ക്. ഇത് ഇപ്പൊ ചെയ്തേക്കുന്ന ഒരു പുതിയ നാച്ചുറൽ കളർ വർക്കാണ് സാലഭഞ്ജിക അല്ലേ? സാലഭഞ്ജിക ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ ഒരു ശില്പമാണ്. ആ ശില്പത്തിന് ഒരു മ്യൂറൽ പെയിന്റിങ് സ്റ്റൈലിൽ ചെയ്തേക്കുന്നതാണ്. ഇത് ഓർഡർ വർക്കാണ് ചേട്ടാ? അല്ലല്ല, ഇതൊക്കെ ഇത് വീട്ടിൽ എക്സിബിഷന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഇത് ഗണപതി പൂർണ്ണമായിട്ടും നാച്ചുറൽ കളറിൽ ചെയ്തേക്കുന്നതാണ്. ഇത് എക്സിബിഷന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. ആഗസ്റ്റിൽ ഒരു എക്സിബിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തേക്കുന്ന വർക്കാണ്. ഇതും നാച്ചുറൽ കളർ, പൂർണ്ണമായിട്ടും നാച്ചുറൽ കളർ. ഇത് ത്രിപുരസുന്ദരി, മഹാത്രിപുര സുന്ദരിയാണ് ഇത് സബ്ജക്റ്റ്. ഇതും എക്സിബിഷന് വേണ്ടി അടുത്ത് നടക്കാൻ പോകുന്ന എക്സിബിഷന് വേണ്ടി ചെയ്തേക്കുന്ന വർക്കാണ്. ഇതൊക്കെ റീസെന്റ് വർക്കാണല്ലേ? നാച്ചുറൽ കളർ വർക്കാണ്. ഫുള്ളും നാച്ചുറൽ കളർ. ഇത് നമ്മൾ നേരത്തെ കണ്ട പേപ്പറിൽ ചെയ്തതാണ്. അതെ, ആ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഇതൊന്ന് പറയൂ, ഇത് സാരിയിൽ ചെയ്തതാണ്? ഇത് സാരിയിൽ, കേരള സാരിയിൽ ചെയ്തേക്കണ മ്യൂറൽ പെയിന്റിങ്സ് ആണ്. ഇത് അക്രൈലിക് കളറിലാണ് ചെയ്തേക്കുന്നത്. ഇത് ശകുന്തള മാനുകളായിട്ട് സെലക്ട് ഒരു സബ്ജക്റ്റ് ആണ്. ഇത് കേരള സാരിയിൽ. ഇത് സാരിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മള് കടകൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫൈബർ പ്ലേറ്റിൽ ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. അർദ്ധനാരീശ്വരൻ, അതിൻ്റെ താഴെ കൃഷ്ണൻ, മുരുകൻ. ഫൈബർ പ്ലേറ്റിൽ അക്രൈലിക് കളറിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. ഇത് അക്രൈലിക് ഫൈബർ പ്ലേറ്റ്. ഫൈബർ പ്ലേറ്റിൽ ഇത് സാരി വർക്കല്ലേ? ഇത് സാരി വർക്കാണ്. ഇത് രാധാമാധവം, കൃഷ്ണനും രാധയും ഉള്ള സബ്ജക്റ്റാണ്. ഇത് കേരള സാരിയിൽ ചെയ്തത് വൈഫിന്റെ കലാപരിപാടിയാണ്. ചേച്ചി യാത്ര ചാനലിലേക്ക് സ്വാഗതം. ചേച്ചിയും വർക്ക് ചെയ്യാനുണ്ടല്ലേ? ഇതിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലേ? ഓക്കെ. ഇത് ചേച്ചി ചെയ്ത് വർക്കല്ലേ? ഓക്കെ. സാരി വർക്കാണ്. അത് വേറൊരു സാരി വർക്കാണ്. ഇത് ശകുന്തള മാനുകളായിട്ട് സെലക്ട് ഒരു സബ്ജക്റ്റ് ആണ്. ഇത് കേരള സാരിയിൽ അക്രൈലിക് കളറിൽ ചെയ്തേക്കുന്നതാണ്. അതല്ലേ? ഓക്കെ. ശകുന്തളയും മാനുകളും സെലപ്പിക്കുന്ന ഒരു സംഭവം. ഇതൊക്കെ എത്ര സമയം എടുക്കും ഒരു സാരി വർക്കിന്? ഇതൊരു ഒരാഴ്ചയിൽ കൂടുതൽ എടുക്കും. അതല്ലേ? നമ്മള് അക്രൈലിക് കളർ ആകുമ്പോൾ പെട്ടെന്ന് തീരും. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ സാരികളിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കൊടുക്കും. ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്തു നമ്മൾ നമ്പർ കൊടുക്കാൻ. ഓക്കെ ഓക്കെ.
ഇങ്ങനെയാണ് നമ്മൾ പെയിന്റിങ് ചെയ്യണേ അല്ലേ? ഇത് നാച്ചുറൽ കളർ പെയിന്റിങ് ചെയ്യണതാണ്. ഓക്കെ ഓക്കെ. വൈഫും വർക്ക് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഇത് ഫുള്ളും നാച്ചുറൽ കളറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് റെഡ് നമ്മൾ കല്ല് അരച്ച് നമ്മൾ വേപ്പിൻ പശ ചേർത്ത് മിക്സ് ചെയ്ത് അത് അങ്ങനെ ഒരു കോട്ടിലൊന്നും ഇത് കവറാവില്ല. 2-3 കോട്ട് കിടന്നാലും അതിന്റെ കളറിന്റെ ഡെപ്ത് നാച്ചുറൽ കളർ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഓവറായിട്ട് വെള്ളമൊന്നും ചേർക്കാനും പറ്റില്ല. ലൈറ്റ് ആയിട്ട് ചെയ്ത് ഇനി തുടങ്ങുമ്പോൾ അതിന്റെ ലെയർ ഒരു 3 കോട്ട് കൊടുത്താലൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഡെപ്ത് കിട്ടുള്ളൂ. അപ്പൊ നല്ല ടൈം എടുക്കും. നാച്ചുറൽ കളർ ചെയ്യാൻ അക്രൈലിക് കളറിലും ഡബിൾ ടൈം എടുക്കും. ഓക്കെ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത് അല്ലേ? ഇങ്ങനെയാണ് ഓരോന്നും വരയ്ക്കുന്നത് അല്ലേ? ഓരോ സ്കെച്ച് ഉണ്ടാക്കണതെങ്കിൽ ഇതുപോലെയാണ്. കൃഷ്ണനും ഗോപികമാരും സ്കെച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോന്നും വരയ്ക്കുന്നത് അല്ലേ? ഓരോ സ്കെച്ച് ഉണ്ടാക്കണതെങ്കിൽ ഇതുപോലെയാണ്. ഇതുപോലെ ടൈം എടുക്കുന്ന പ്രോസസ്സാണല്ലേ? ഇങ്ങനെയാണ് ഓരോന്നും വരയ്ക്കുന്നത് അല്ലേ? ഓരോ സ്കെച്ച് ഉണ്ടാക്കണതെങ്കിൽ ഇതുപോലെയാണ്. കൃഷ്ണനും ഗോപികമാരും സ്കെച്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോന്നും വരയ്ക്കുന്നത് അല്ലേ? ഓരോ സ്കെച്ച് ഉണ്ടാക്കണതെങ്കിൽ ഇതുപോലെയാണ്. ഇതുപോലെ ടൈം എടുക്കുന്ന പ്രോസസ്സാണല്ലേ? ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസും ആഡ് ചെയ്ത് ഇപ്പൊ ഈ ഓർഡർ ചെയ്യുന്നവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട സമയം കിട്ടൂലേ? പറഞ്ഞിട്ടല്ലേ ആദ്യം തന്നെ? കാരണം ഇത്രയും ടൈം എടുക്കുന്നതുകൊണ്ട് പറഞ്ഞ് നമ്മള് ഇത്ര സമയം എന്ന് പറയൂലേ? പറഞ്ഞ സമയത്ത് ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാച്ചുറൽ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറിനും എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? ആ കളർ ഒന്ന് പരിചയപ്പെടുത്തി തരും. ഇത് നമ്മുടെ ചുമർചിത്രങ്ങൾ, കേരള ട്രഡീഷണൽ ചുമർചിത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാച്ചുറൽ കളറാണ്. മ്യൂറൽ പെയിന്റിങ്ങിന് ഫസ്റ്റ് ബേസ് അടിക്കുന്നത് ചുണ്ണാമ്പാണ്. ആ ചുണ്ണാമ്പ് ഇതിലുള്ളത്. ചുണ്ണാമ്പ് അടിച്ചിട്ടാണ് ഫസ്റ്റ് ചുണ്ണാമ്പ് കരിക്കും വെള്ളത്തിൽ കലക്കിയിട്ട് 41 കോട്ടാണ് നമ്മൾ ചുമരം അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിൽ സ്കെച്ച് ചെയ്യണത്. സ്കെച്ച് ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് ബേസ് ഈ യെല്ലോ ആണ്, യെല്ലോ കളർ. ഇത് നമ്മൾ വെട്ടുകല്ലിൽ നിന്ന് അരച്ചിട്ട് ഉണ്ടാക്കിയേക്കണ യെല്ലോ ആണ്. അത് അരച്ച് കളർ ഫിൽട്ടർ ചെയ്തിട്ട് എടുത്തേക്കണ യെല്ലോ ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കളർ വരുന്നത് റെഡ് ആണ്. റെഡും വെട്ടുകല്ലിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കളറാണ്. അടുത്ത് നെക്സ്റ്റ് പറയുന്നത് ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മള് നീലമരി ഇല അരച്ചിട്ട്, നീലമരിയുടെ ഇല അരച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മള് ഗ്രീൻ ഉണ്ടാക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂ ഇത് കട്ടനീർ എന്ന് പറഞ്ഞിട്ടൊരു കല്ലാണ്. അത് ചൈനയിൽ നിന്ന് വരുന്നതാണ്. നല്ല വിലപിടിപ്പുള്ള കല്ലാണ്. എന്നിട്ട് അതാണ് ബ്ലൂവിന് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഫൈനൽ ലൈൻ ഔട്ട്ലൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ എള്ളെണ്ണ കത്തിച്ചിട്ട് അതിന്റെ കരിയിനെ ഫ്ലെയിമിൽ നിന്ന് കരി കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിലാണ് നമ്മൾ ബ്ലാക്ക് ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം ഗമ്മായിട്ട് ചേർക്കുന്നത് നമ്മള് വേപ്പിൻ പശയാണ്. ഇത് ഡെലിവറ്റ് ചെയ്ത വേപ്പിൻ പശയാണ്. അപ്പൊ ഈ വേപ്പിൻ പശയാണ് ഇതിലെല്ലാം പശയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
ഇത്രയാണ് മെയിൻ ആയിട്ട് കളറിൽ ഇതാണ് വരുന്നത്. ഇത്രയും കളർ തന്നെയുള്ളൂ. പിന്നെ അത്രയും കളറാണ്. അത് മിക്സ് ചെയ്ത് വേറെ ടൈപ്പ് കളറുകൾ ഉണ്ടാക്കാണ്. ഓക്കെ. ഇതൊക്കെ ചേട്ടനെ എവിടെ നിന്നാണ് ഇത് പഠിച്ചെടുത്തത്? ഇത് നമ്മുടെ ഒരു പല ഗുരുക്കന്മാരുണ്ട്. ഒരു ഗുരു അല്ല, പല ഈ നാച്ചുറൽ കളറിന്റെയും അക്രിലിക് കളറിന്റെയും പല ഗുരുക്കന്മാരുണ്ട്. അപ്പൊ പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ആണ് നമ്മൾ നാച്ചുറൽ കളറിന്റെയും പ്രോസസ്സിംഗ് എല്ലാം പഠിച്ചെടുത്തത്. ചേട്ടാ, ഈ കളറൊക്കെ എങ്ങനെയാണത് നമ്മൾ ഉണ്ടാക്കുന്നത്? ചേട്ടൻ തന്നെയാണോ അതോ? ഇത് കളറ് വൈഫും മമ്മിയൊക്കെ ചേർന്നിട്ടാണ് കളറൊക്കെ പൊടിച്ച് എടുത്ത് അരച്ചൊക്കെ അവരൊക്കെയാണ് റെഡിയാക്കി തരുന്നത്. നല്ല പണിയുണ്ടല്ലേ? നല്ല പണിയുണ്ട്. പണിയെ പറഞ്ഞു കൊടുക്കും. വൈഫൊക്കെ കൂടി ഈ സംഭവം ഫാമിലി സപ്പോർട്ട് ഉണ്ട്. ഫാമിലി മക്കളും വരയ്ക്കും, വൈഫും വരയ്ക്കും, മക്കളും വരയ്ക്കും. അമ്മ കളറൊക്കെ റെഡിയാക്കാൻ കൂടെ ഉണ്ട്. മക്കളെന്താ ചെയ്യണേട്ടാ? മക്കൾ പഠിക്കാൻ. എത്രയിലൊക്കെയാ? രണ്ടുപേരും പഠിക്കുക. ഒരാൾ IT പഠിക്കുകയാണ്, ഒരാൾ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കും. മ്യൂറൽ പെയിന്റിങ് ചെയ്യവര്. നമ്മള് വലിയ വലിയ അമ്പലങ്ങളൊക്കെ അടുത്തൊക്കെ വരുമ്പോ എന്റെ കൂടെ വന്ന് ക്ലാസ്സില്ലാത്തപ്പോ വന്ന് വരയ്ക്കാറുണ്ട്. കൂടുതലും ചേട്ടൻ ഓൺലൈനിലാണ് സെയിൽ വരുന്നത്. അപ്പം ചേട്ടൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ ചേട്ടാ. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ID അജിത്ത് അനാമിക എന്ന് അടിച്ചാൽ മതി. അജിത്ത് അനാമിക എന്ന് സോഷ്യൽ മീഡിയയിൽ അടിച്ചാൽ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പൊക്കെ ഇതൊക്കെ വരും. അപ്പോൾ ഓൺലൈനിലാണ് കൂടുതലും വിദ്യാർത്ഥികളെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓൺലൈനിലാണ്. ഇവിടെ രാവിലെ 10 മണി തുടങ്ങി രാത്രി 12 മണി വരെ ക്ലാസ്സുകളുണ്ട്. അമേരിക്കയിലൊക്കെ ഉള്ള സ്റ്റുഡന്റിന് രാത്രിയാണ് ഇവിടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവിടെ പകലാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഓൺലൈൻ വഴിയാണ്. ഓൺലൈനിൽ വർക്ക് കണ്ടിട്ടാണ് ഈ നാച്ചുറൽ കളറിന്റെ വർക്കിന്റെ ഓർഡറുകൾ നമുക്ക് വരണത്. അപ്പോൾ അങ്ങനെ ഓൺലൈൻ വഴിയാണ് കൂടുതലും ബിസിനസ്സും സ്റ്റഡിയും എല്ലാം നടക്കുന്നത്. അപ്പം എല്ലാവരും ID നോക്കട്ടെ ചേട്ടാ. ഓക്കെ താങ്ക് യു ചേട്ടാ. ഇത്രയും തിരക്കുള്ള സമയത്തും യാത്രാ ചാനലിന് വേണ്ടി ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ, അതായത് നാച്ചുറൽ കളറിനെ പറ്റിയൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യാം, അതിനെക്കുറിച്ചും അതുപോലെ ചേട്ടൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി. ചേട്ടന് ഈ കലാജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് യാത്രാ ചാനൽ ആശംസിക്കുന്നു. താങ്ക് യു ചേട്ടാ. നന്ദി. നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജിത്ത് അനാമിക. ഞാനൊരു കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിംഗ് ആർട്ടിസ്റ്റാണ്. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വരച്ച പുതിയൊരു ചുമർ ചിത്രമാണ് എൻ്റെ പിറകിൽ കാണുന്നത്. പ്രദോഷനൃത്തം, ഡാൻസിങ് ശിവ. ഇത് പൂർണ്ണമായും പ്രകൃതിദത്ത നിറങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് വരച്ചിട്ടുള്ളത്. 15ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് എൻ്റെ ചുമർ ചിത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കേരള ട്രഡീഷണൽ ചുമർ ചിത്രങ്ങളെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ഞാൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് മ്യൂറൽ ആർട്സ് എന്ന പേരിൽ ഒരു ആർട്ട് സ്കൂൾ നടത്തുന്നുണ്ട്. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത ശൈലിയിൽ കൂടുതലായും പ്രകൃതിദത്ത വർണ്ണങ്ങൾ, നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചാണ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് കൂടുതലായും വരച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് വേണ്ടി ഒരു വലിയ ശ്രീരാമ പട്ടാഭിഷേകം ചുമർ ചിത്രമാണ് അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക്. ഈ ചിത്രം പൂർണ്ണമായും പ്രകൃതിദത്ത വർണ്ണങ്ങൾ, നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചാണ് വരയ്ക്കുവാൻ പോകുന്നത്. പ്രകൃതിദത്ത വർണ്ണങ്ങളെക്കുറിച്ച്, നാച്ചുറൽ കളേഴ്സ് അറിയുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ പുതിയ ശ്രീരാമ പട്ടാഭിഷേകം വർക്കിൻ്റെ ഭാഗമാകാവുന്നതാണ്. കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിംഗ്, പ്രകൃതിദത്ത വർണ്ണങ്ങൾ, നാച്ചുറൽ കളറിൽ വരച്ചു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വിളിക്കുക. നന്ദി. നമസ്കാരം.